ആ അർച്ചന വാ അകത്തേക്കോ. ആ ഇരിക്കി. കേക്ക് ഇയാൾ ഉണ്ടാക്കിയതാ? മ്യൂസിക് പോലെയുണ്ട്. മ്യൂസിക് എങ്ങനെ ഇരിക്കുന്നു ചോദിച്ചാ ഈ കേക്ക് പോലെ ഇരിക്കും. അങ്ങോട്ട് വാ. ഈ സ്പീക്കറിന്റെ മുകളിൽ കൈ വെച്ചോളൂ. കൈ ഇതിന്റെ മുകളിൽ വെച്ചോളൂ. ആ ഇനി ഒരു മ്യൂസിക് വരും. ഞാൻ തന്നെ കമ്പോസ് ചെയ്ത മ്യൂസിക്കാ. എൻ്റെ കയ്യിലേക്ക് തന്നെ നോക്കിയോ. ഓക്കെ, 1 2 3. Yes. That's it, Archana. എനിക്കറിയാം അർച്ചനെ, നിനക്ക് സംഗീതം മനസ്സിലാക്കാൻ കഴിയും. കാറ്റിലുണ്ടാവുന്ന സംഗീതം നിന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞില്ലേ? നീ അനുഭവിച്ചില്ലേ? അതുപോലെ എന്റെ മനസ്സ് നിനക്കറിയാൻ കഴിയും. എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്. നിനക്കതിന് സമ്മതമാണോ? പറയാ അർച്ചനെ. അർച്ചന, അതെ, ഞാൻ ഇപ്പോഴും നിന്റെ ഫ്രണ്ട് തന്നെയാ. നിന്നെ കല്യാണം കഴിച്ചാലും ഞാൻ നിന്റെ നല്ല ഫ്രണ്ട് തന്നെ ആയിരിക്കും. എന്തുകൊണ്ട് പറ്റില്ല? നിന്റെ ലോകം വേറെ. അങ്ങനെ പറയാതെ അർച്ചനെ. നിന്റെ ലോകത്തിലേക്ക് എന്നെയും കൊണ്ടുപോ. സന്തോഷത്തോടെ ജീവിക്കാം. ഞാൻ പറയുന്നത് വിശ്വസിക്കും.
പിന്നെന്താ പറഞ്ഞേ? എനിക്കാരെയും കല്യാണം കഴിക്കാനാവില്ല. എൻ്റെ ലോകം വേറെയാ, അതിലേക്ക് ആർക്കും വരാൻ സാധിക്കില്ല. അവസാനം അവൾ പറഞ്ഞു, നിന്റെ മ്യൂസിക് ഞാൻ കേട്ടില്ല, എനിക്ക് കേൾക്കാൻ പറ്റില്ല എന്ന്. ഇതാ ഞാൻ ആദ്യം പറഞ്ഞത്. നിനക്കിതിൻ്റെ ആവശ്യമുണ്ടോ? അതല്ല വിജയ്, മ്യൂസിക് എന്താണെന്ന് അവൾ എന്നോട് ചോദിച്ചത്. എൻ്റെ മ്യൂസിക് അവൾ എന്തുമാത്രം ആസ്വദിച്ചെന്നറിയാമോ? ഞാൻ കൈയുടെ ആക്ഷൻ നിർത്തിയതിന് ശേഷവും അവൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തു. എൻ്റെ മനസ്സിലുള്ളത് അവളോട് പറയണമെന്ന് എനിക്ക് തോന്നി. ഞാനത് പറഞ്ഞു. നിങ്ങൾ അവളോട് പറഞ്ഞ തെറ്റാണെന്ന് പറയുന്നില്ല, പക്ഷേ എന്തോ ഒരു കാരണത്താൽ കല്യാണത്തെ വെറുക്കുന്നു, ഭയപ്പെടുന്നു. അതെന്തെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനെക്കുറിച്ച് പറഞ്ഞ ഉടനെ ദേഷ്യം വരും. കാർത്തിക്, അർച്ചന നല്ല പെണ്ണാണ്, പക്ഷെ ഇത്രയും ദേഷ്യം പാടില്ല കാർത്തിക്. ഞാൻ പറയുന്നത് നീ അവളെ മറന്നിട്ട് നിന്റെ ജോലി നോക്ക. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടാനില്ലേ? വിജയ് പറഞ്ഞത് ശരിയാ. അന്നത്തെ പ്രശ്നം ക്ഷമിച്ചു തന്നെ വലിയ കാര്യമാ. ഇനി എങ്ങനെ ക്ഷമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അങ്ങ് വിടാൻ പറ്റില്ല ഷീലെ. പിന്നെ വീണ്ടും മാപ്പ് ചോദിക്കാൻ പോവാ? ഞാൻ എന്തിനു മാപ്പ് ചോദിക്കണം? ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? പറയുന്നത് കേക്കടാ. എനിക്കാവില്ല വിജയ്. സോറി. ഷീല പോകണ്ട, അവിടെ നിൽക്ക്. ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? നിന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അതിനിത്ര ദേഷ്യം എന്തിനാ? ഇല്ല, പറ, എന്തെങ്കിലും ഒന്ന് പറയേ. മനസ്സിലായില്ല. ഞാൻ പറയാനുള്ളതെല്ലാം മുൻപേ പറഞ്ഞു കഴിഞ്ഞു, വീണ്ടും പറയാം. എനിക്ക് നിങ്ങളെ കാണുന്നു ഇഷ്ടമല്ല. ഗെറ്റ് ഔട്ട് ഓഫ് മൈ ലൈഫ്. എന്താ ഭ്രാന്താണോ? ഞാൻ കാണുന്നുണ്ട്, ഇത് കുറച്ച് കൂടുതലാ. നിന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞത് തെറ്റാണോ? എന്താ നിന്നോട് ചോദിച്ചാൽ എന്ത് തെറ്റാ ഉള്ളത്? ഇതാണോ നിന്റെ പ്രശ്നം? കാർത്തിക്, നീ മ്യൂസിക് കേൾക്കണം നല്ല വിചാരിച്ചത്. എന്തുകൊണ്ട് കല്യാണം കഴിക്കില്ല? കാരണം പറ. കാർത്തിക്കിന് നീ ഒരു ഭാരമല്ല. നിന്നോട് എന്തുമാത്രം സ്നേഹാന്നറിയോ? അയാൾ മാറില്ല. നിന്റെ അച്ഛനെ പോലെ എല്ലാരും അങ്ങനെ ചെയ്യുന്നു തോന്നുന്നുണ്ടോ? പോട്ടെ, മനസ്സിലാകാഞ്ഞിട്ട് ചോദിക്കുക. ജീവിതം മുഴുവനും ഇങ്ങനെ ഇരിക്കാൻ പോവാ? എന്തിന്? എന്തിനെങ്ങനെയൊക്കെ പറയുന്നത്? നിനക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞും നിന്നെ പോലെ ഇരിക്കുമെന്ന് എന്തിനാ വിചാരിക്കുന്നത്? 2 തലമുറകൾക്ക് മുൻപ് നിന്നെ പോലെ കുടുംബത്തിൽ ആരെങ്കിലും ജനിച്ചിരിക്കാം. അതുകൊണ്ട് ഒരുപക്ഷെ ഇനി എന്താ അർച്ചന? എന്ത് ഹെൽപ്പ്? കാർത്തികിനോടോ? എന്താ പറയേണ്ടത്?
കാർത്തിക്കിനെ ആരെ വേണമെങ്കിലും സ്നേഹിക്കാം, കല്യാണം കഴിക്കാം. എനിക്ക് അങ്ങനൊരു ആഗ്രഹമില്ല, ആവശ്യമില്ല. ഇനി എന്നെ കാണണമെന്നില്ല, എനിക്കായി കാത്തിരിക്കേ വേണ്ട. വേറെ ആരെങ്കിലും കല്യാണം കഴിച്ച് സന്തോഷമായി ജീവിക്കാൻ പറഞ്ഞു. പക്ഷെ കാർത്തിക്, അവളിത് പറയുമ്പോ കരയുകയായിരുന്നു.